നമസ്കാരം. വിലാസി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുസേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. പരിഷ്കരിച്ച ഡിജിറ്റൽ ID പദ്ധതിയുമായി UK സർക്കാർ. പൊതുസേവനങ്ങൾ കൂടുതൽ ലളിതവും വേഗത്തിലുമാക്കാൻ ലക്ഷ്യമിട്ട് പരിഷ്കരിച്ച ഡിജിറ്റൽ ID പദ്ധതിയുമായി UK സർക്കാർ മുന്നോട്ട്. ഗവൺമെന്റ് ബൈ ആപ്പ് എന്ന ആശയത്തിലൂന്നി സ്മാർട്ട് ഫോണുകൾ വഴി സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പ്രോട്ടോടൈപ്പ് ക്യാബിനറ്റ് ഓഫീസ് മന്ത്രി ഡാരൻ ജോൺസ് പുറത്തിറക്കി. സർക്കാർ വകുപ്പുകൾക്കിടയിലുള്ള ഏകോപനം എളുപ്പമാക്കുന്ന ഒരു ഏകീകൃത ഡിജിറ്റൽ സംവിധാനമാണിത്. ബാങ്കിംഗ് സേവനങ്ങൾ പോലെ ലളിതമായി സർക്കാർ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 1.2 കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്ന gov.uk എന്ന സിംഗിൾ അക്കൗണ്ട് വഴിയായിരിക്കും സേവനങ്ങൾ ലഭ്യമാകുക. പേര്, ജനനത്തീയതി, പൗരത്വം, ഫോട്ടോ തുടങ്ങിയ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ കഴിയുന്ന വാലറ്റ് സംവിധാനം ഉടൻ പുറത്തിറക്കും. And that is why today I am announcing this government will make a new free of charge digital ID mandatory for the right to work by the end of this Parliament. Let me spell that out. You will not be able to work in the United Kingdom if you do not have digital ID. It's as simple as that. നേരത്തെ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഡിജിറ്റൽ ID നിർബന്ധമാക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നെങ്കിലും വിവിധ കോണുകളിൽ നിന്നുയർന്ന ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിച്ചിരുന്നു. പുതിയ ഡിജിറ്റൽ ID സംവിധാനം നിർബന്ധമല്ല എന്ന് സർക്കാർ പറയുമ്പോഴും കൂടുതൽ ജനോപകാരപ്രദമായ സേവന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സംവിധാനത്തെ പോപ്പുലറൈസ് ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എങ്കിലും ഭാവിയിൽ ഡിജിറ്റൽ രേഖകൾ ഇല്ലാത്തവർക്ക് സേവനങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്ക ഡിജിറ്റൽ പോവർട്ടി അലയൻസ് പോലുള്ള സംഘടനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ബ്രിട്ടനിലെ 1.9 കോടിയോളം വരുന്ന മുതിർന്നവർക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ വേണ്ടത്ര അറിവില്ല എന്നത് വലിയ വെല്ലുവിളിയാണ്. മന്ത്രിയുടെ വാക്കുകൾ പൊതുസേവനങ്ങൾക്ക് വേണ്ടി ഫോൺ വിളിച്ചും ഫോമുകൾ പൂരിപ്പിച്ചും ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ മാറണം. സ്വകാര്യ മേഖലയിലെ ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങൾക്ക് തുല്യമായി സർക്കാർ സേവനങ്ങളും മാറേണ്ടതുണ്ട്. നിങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും വേഗത്തിൽ സേവനങ്ങൾ നേടാനും പുതിയ ഡിജിറ്റൽ ID സഹായിക്കും, ഡാരൻ ജോൺസ് കൂട്ടിച്ചേർത്തു. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനായി 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന കൺസൾട്ടേഷൻ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 പേരെ ഉൾപ്പെടുത്തി ഒരു പീപ്പിൾസ് പാനൽ രൂപീകരിക്കും. ഡിജിറ്റൽ ID ലഭിക്കാനുള്ള പ്രായപരിധി, ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ പാനൽ ചർച്ച നടത്തും. സ്മാർട്ട് ഫോണുകളോ കമ്പ്യൂട്ടറുകളോ ഇല്ലാത്തവർക്ക് സേവനങ്ങൾ ഉറപ്പാക്കാൻ പ്രത്യേക ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.